ഒരു മത്സ്യകന്യകയുടെ അസ്ഥികൂടം എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നിഗൂഢതയിലേക്ക് കടക്കാം. മത്സ്യത്തിന്റെ വാലുമായി ഒരു മനുഷ്യശരീരം ലയിക്കുന്നതായി സങ്കല്പിക്കുക. അസ്ഥികൾ ജലജീവികളുമായി പൊരുത്തപ്പെടുന്നു. വാരിയെല്ല് മനുഷ്യരെ പോലെ സുപ്രധാന അവയവങ്ങളെ സംരക്ഷിക്കുന്നു. പക്ഷേ നട്ടെല്ല് നീളമുള്ളതും വഴക്കമുള്ളതുമായ വാലിലേക്ക് വ്യാപിക്കുന്നു. ഇത്തരത്തിൽ ഒരു അസ്ഥികൂടം നിങ്ങൾക്ക് ഡാനിഷ് നാഷണൽ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ഒരു കർഷകന്റെ കൃഷിസ്ഥലത്ത് നിന്ന് ഇത് ലഭിച്ചതായി പറയപ്പെടുന്നു. മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി മത്സ്യകന്യകശേരുക്കൾ കൂടുതൽ ധാരാളമാണ്. ശക്തമായ നീന്തൽ പേശികളെ പിന്തുണയ്ക്കുന്നു. അവരുടെ കൈകൾ വെബിംഗിനൊപ്പം നീളമേറിയ വിരലുകൾ കാണിച്ചേക്കാം. വെള്ളത്തിനടിയിലെ ചടുലതയ്ക്ക് അനുയോജ്യമാണ്. മങ്ങിയ സമുദ്രത്തിന്റെ ആഴത്തിൽ കാണുന്നതിന് വലിയ കണ്ണ് സോക്കറ്റുകൾ ഉപയോഗിച്ച് മുഖത്തെ അസ്ഥികൾ കാര്യക്ഷമമാക്കുന്നു. മനുഷ്യന്റെയും മത്സ്യത്തിന്റെയും ശരീരഘടനയുടെ പുരാണ മിശ്രിതം മത്സ്യകന്യകയുടെ അസ്ഥികൂടം നമ്മുടെ ഭാവനയെ പിടിച്ചെടുക്കുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് യഥാർത്ഥ്യമോ ശുദ്ധമായ ഇതിഹാസമോ?